നമസ്കാരം. ഓം കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 5. 19 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാരും സീതയും ഇപ്പോൾ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ദേവേന്ദ്രനെ കണ്ടു. സർവാലങ്കാര വിഭൂഷിതനായ, അതുപോലെ തന്നെ അനേകം ദേവർഷിമാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ എന്നിവർ അന്തരീക്ഷത്തിൽ വർത്തിക്കുന്ന ദേവേന്ദ്രനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതുമായ രംഗമാണ് അവർ കണ്ടത്. അതുപോലെ 7 പച്ചക്കുതിരകളെ പൂട്ടിയ രഥവും സമീപത്ത് കണ്ടു. അവിടെ വർത്തിക്കുന്ന എല്ലാവർക്കും ഒരു 25 വയസ്സ് പ്രായമേ തോന്നുകയുള്ളൂ എന്നും അവർക്ക് ആ പ്രായം തന്നെയാണ് തോന്നുന്നത്, ദേവന്മാർക്കെല്ലാം തന്നെ. അപ്പോൾ ലക്ഷ്മണ ഭവൻ സീതയോടൊത്ത് ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ പോയി ഈ മഹത്തായ പുരുഷൻ ആരാണെന്ന് അറിഞ്ഞു വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കുന്നു. ശ്ലോകം 20. തമേവ മുക്ത്വാ സൗമിത്രീ ഇഹൈവ സ്ഥീയതാമിതി അഭിചക്രാമകാകുൽസ്ഥ ശരഭംഗാശ്രമം പ്രതി. ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞു. ഇവിടെ തന്നെ നിൽക്കുക എന്ന് വീണ്ടും പറഞ്ഞിട്ട് രാമൻ ശരഭംഗാശ്രമത്തിൻ്റെ നേർക്ക് നടന്നു. ശ്ലോകം 21. തതസമഭിഗച്ഛന്തം പ്രേക്ഷ്യ രാമം ശചീപതിഃ ശരഭംഗമനുജ്ഞാപ്യ വിബുധാനിതമബ്രവീത്. നടന്നെടുക്കുന്ന രാമനെ കണ്ട ഇന്ദ്രൻ ശരഭംഗ മഹർഷിയുടെ അനുവാദത്തോടെ ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു. 22, 23, 24 ശ്ലോകങ്ങൾ. ഇഹോപയാത്യസൗ രാമോ യാവന്മാം നാഭിഭാഷതേ നിഷ്ഠാം നയത താവത്തു തതോ മാ ദ്രഷ്ടുമർഹതി. ജിതവന്തം കൃതാർത്ഥം ഹി തദാഹമചിരാദിമം കർമ്മ ഹനേന കർത്തവ്യം മഹദന്യൈ സുദുഷ്കരം അഥ വ്രജീതമാമന്ത്ര്യ മാനയിത്വാ ച താപസം രഥേന ഹയയുക്തേന യയയുദിവമരിന്ദമഃ. രാമനിത ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹത്തിന് നിറവേറ്റേണ്ട നിഷ്ഠ നിറവേറ്റും വരെ എന്നോട് ഭാഷണം ചെയ്തുകൂടാ. അതുവരെ എന്നെ കാണേണ്ട. മറ്റാർക്കും ചെയ്യാനാവാത്ത വലിയ കർമ്മം ഇദ്ദേഹം ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് വിജയിയായി കൃതാർത്ഥനായി വർത്തിക്കുന്ന സന്ദർഭത്തിൽ കണ്ടുകൊള്ളാം അദ്ദേഹത്തെ. ഇങ്ങനെ പറഞ്ഞ് ഇന്ദ്രൻ ശരഭംഗ മഹർഷിയോട് വിട ചോദിച്ച് ഉപചാരപൂർവം കുതിരകൾ വഹിക്കുന്ന തേരിൽ ദേവലോകത്തേക്ക് ഉയർന്നു പോയി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.